നീറ്റ് 2024 എക്സാം കഴിഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്നു. അവർ നമ്മുടെ വന്നിറങ്ങുമ്പോൾ തന്നെ ലിങ്ക് പോലുള്ള ഒഫീഷ്യൽ ചാനലുകളുടെ ഒക്കെ ലൈവുകളുടെ ഒക്കെ ഭാഗമാകാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാവുകയാണ്. നീറ്റ് എൻട്രൻസ് എക്സാം ലീക്കായി, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ള വാർത്തകളൊക്കെ കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ജനിപ്പിക്കുകയാണ്. അപ്പൊ ശരിക്കും അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നമുക്കതൊരു കൃത്യമായി പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചതും അതിന്റെ ഒരു സത്യാവസ്ഥ? ശരിക്കും എക്സാം ലീക്കായോ? ശരിക്കും എക്സാം ലീക്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ മധുപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതായത് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാഗ് ഉണ്ടാകുകയും വിദ്യാർത്ഥികൾ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്ന ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ നോക്കിയെങ്കിലും അവർക്കത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് കുറച്ച് വിദ്യാർത്ഥികൾ ഇതുപോലെ പുറത്തേക്ക് വരികയും പുറത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നവമാധ്യമങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആളുകൾ അപ്പോഴേ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ഇത് ലീക്കായ ക്വസ്റ്റ്യൻസ് ആണ്. സ്വാഭാവികമായിട്ടും നീറ്റ് പോലുള്ള ഒരു പരീക്ഷ കഴിയുമ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. അതായത് ഇത്രയും കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാകുമ്പോൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വ്യാജ പ്രചരണം മാത്രമാണ് നീറ്റ് 2024 എക്സാം ചോർന്നു എന്നുള്ള തരത്തിൽ വരുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ബ്രില്യന്റ് വിദ്യാർത്ഥികളെ ഇവിടെ കാത്തിരിക്കുന്നത് അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് കൃത്യമായ ആൻസറുകളിലേക്ക് അവരെത്തിയോ, അല്ലെ അവരെങ്ങനെയാണ് എക്സാമുകളിലൂടെയൊക്കെ കടന്നു പോയത്, അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള ലൈവ് സെക്ഷനുമായിട്ടാണ് ബ്രില്യന്റ് ഫാമിലിയോട് ഒന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ 2024 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളോട് പറയുകയാണ്, എക്സാമിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇനിയില്ലെങ്കിൽ പിന്നീട് ഒരു പോസ്റ്റ്പോൺ ചെയ്തൊരു എക്സാം നടത്തുമോ എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഒരു ചർച്ചയും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. NTA ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടില്ല. അപ്പോൾ 2024 കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ എഴുതിയ, അതായത് മെയ് 5 എഴുതിയ എക്സാമിന്റെ റിസൾട്ടിനായിട്ട് തന്നെ കാത്തിരിക്കാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.